നരേന്ദ്രമോദി വേഴ്സസ് രാഹുൽ ഗാന്ധി ആര് ജയിക്കും? രാഹുൽ ഗാന്ധിയാണോ ഉയർന്നുകൊണ്ടിരിക്കുന്നത്? നരേന്ദ്രമോദി തളരുകയാണോ? വയനാടിന് വേണ്ടിയും കേരളത്തിന് വേണ്ടിയും ഇന്ത്യക്ക് വേണ്ടിയും നരേന്ദ്രമോദിയാണോ കൂടുതൽ ചെയ്യുന്നത്? രാഹുൽ ഗാന്ധിയാണോ കൂടുതൽ ചെയ്യുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ, രാഹുൽ ഗാന്ധി എന്ത് ചെയ്യും? രാഹുൽ ഗാന്ധിക്ക് എന്ത് നരേന്ദ്രമോദി മറുപടി പറഞ്ഞു? ഇങ്ങനെ രാഹുൽ ഗാന്ധി വേഴ്സസ് നരേന്ദ്രമോദിയാണ് പലപ്പോഴും നമ്മൾ രാഷ്ട്രീയത്തിൽ കേൾക്കുന്നത്. എന്നാൽ അതിനപ്പുറം നരേന്ദ്രമോദി പ്ലസ് രാഹുൽ ഗാന്ധി, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും ഒരുമിച്ച് എന്ന് പറയാൻ അവസരം കിട്ടുന്നതിൽ വളരെ സന്തോഷം. നമസ്കാരം. പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയം ഒരാൾ ഒരാളോട് യുദ്ധം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒരാൾ ഒരാളെ എതിർക്കുന്നതാണ്. രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും രണ്ട് ധ്രുവങ്ങളിൽ ഇവർ ഫൈറ്റ് ചെയ്യുന്നു. ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും ഫൈറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ക്രിക്കറ്റിൽ സച്ചിനും ഷെയ്ൻ വോണും, സച്ചിനും ലാറയും എന്നൊക്കെ പറയുന്ന രീതിയിൽ ആരാണ് മികച്ചതെന്ന് രണ്ടുപേർ തമ്മിലുള്ള പോരാട്ടമാണ്. പലപ്പോഴും നരേന്ദ്രമോദി വേഴ്സസ് രാഹുൽ ഗാന്ധി എന്നോ രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും നേർക്കുനേർന്നൊക്കെയാണ് പലപ്പോഴും പറയാറുള്ളത്. രാഹുൽ ഗാന്ധി പ്ലസ് നരേന്ദ്രമോദി എന്നാണെങ്കിലോ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ഒരുമിച്ചൊരു കാര്യത്തിന് വന്നാൽ എത്രമാത്രം നന്മയുള്ളതായിരിക്കും. പരസ്പരം അടിയില്ല, യുദ്ധമില്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും പരസ്പര ബഹുമാനത്തോടെ, ഇഷ്ടത്തോടെ, സ്നേഹത്തോടെ രണ്ടുപേരും ഒരു കാര്യത്തിന് വേണ്ടി കൈകോർത്ത് പിടിച്ചാലും അതാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലേക്ക്, വയനാട്ടിലേക്ക് എത്തുകയാണ്. ഇന്നലെ ഒരു ചായ സൽക്കാരത്തിന് രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും ഒരുമിച്ചുണ്ടായിരുന്നു. നരേന്ദ്രമോദിയുടെ ഏതാനും അടി മാത്രം അപ്പുറത്ത്, 1-2 മീറ്റർ അപ്പുറത്ത് രാഹുൽ ഗാന്ധി ഇരിക്കുകയും രണ്ടുപേരും പരസ്പരം ചിരിക്കുകയും ക്യാമറകൾക്ക് വേണ്ടി പോസ് ചെയ്യുകയും പരസ്പരം അഭിവാദ്യം ചെയ്യുകയും ചെയ്ത കാര്യങ്ങളൊക്കെ നാഷണൽ മീഡിയ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ബജറ്റ് സെഷൻ ഫ്രൈഡേ അഡ്ജേൺ ചെയ്തതിന് ശേഷമാണ് ഉണ്ടായിരുന്നത്. ഇനിയും നമ്മുടെ രാജ്യസഭയും ലോക്സഭയും കുറെ കാലത്തേക്ക് ക്ലോസ് ചെയ്തു. ആ രീതിയിൽ അവസാനത്തെ ചായ സൽക്കാരത്തിന് രണ്ടുപേരും ഒരുമിച്ച് കാണുകയുണ്ടായി. നരേന്ദ്രമോദി, സ്പീക്കർ ഓം ബിർള, രാഹുൽ ഗാന്ധി, കിരൺ റിജു ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അതിശക്തമായ വാഗ്വാദത്തിൽ ഏർപ്പെടുന്നവരാണ്. പക്ഷേ പരസ്പര വിശ്വാസത്തോടെ, സ്നേഹത്തോടെ, അഭിപ്രായ വ്യത്യാസങ്ങൾ ശക്തമായി സൂക്ഷിച്ചുകൊണ്ട് തന്നെ പരസ്പര ബഹുമാനത്തോടെ മുമ്പോട്ട് പോകുന്നവരാണ്. അതാണ് നമ്മളും സാധാരണക്കാരും കണ്ടുപിടിക്കേണ്ടത്, യൂട്യൂബർമാർ കണ്ടുപിടിക്കേണ്ടത്, യൂട്യൂബ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അഭിപ്രായം പറയുന്നവർ കണ്ടുപിടിക്കേണ്ടത്. ഇതിനെ ഒരു ചെസ് മത്സരം പോലെ എടുക്കാം. ക്രിക്കറ്റിൽ ബാറ്റ്സ്മാനും ബോളറും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നത് പോലെ എടുക്കാം. നമ്മൾ ഒരാളെ അധിക്ഷേപിക്കുകയല്ല, പകരം അയാളുടെ വാദഗതികൾക്ക് മറുപടി പറയുക. ഷെയ്ൻ വോൺ സച്ചിനെ ഒരു ബോൾ എറിയുമ്പോൾ, അല്ലെങ്കിൽ സച്ചിൻ ഷെയ്ൻ വോണെ സിക്സ് അടിക്കുമ്പോൾ അടുത്ത ബോൾ കുറെ കൂടെ നന്നായി എറിയണമെന്ന് ആഗ്രഹിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാസ്റ്റ് ബോളർ, പെട്ടെന്ന് ആരെ ഓർമ്മ വരുന്നു, മഗ്രാത്തോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉഗ്രൻ ഫാസ്റ്റ് ബോളറോ നിറഞ്ഞ് ഒരാളുടെ ദേഹത്ത് കൊള്ളുകയാണെങ്കിൽ ഫാസ്റ്റ് ബോളർ ബാറ്റ്സ്മാന്റെ അടുത്തേക്ക് ഓടിയെത്താറുണ്ട്. എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കാൻ. അപ്പം പരസ്പര വിരോധമല്ല, പക്ഷേ നമ്മുടെ നിലപാടുകൾ ഉണ്ടാകണം, കാഴ്ചപ്പാടുകൾ ഉണ്ടാകണം, നയങ്ങൾ ഉണ്ടാകണം, അത് മുമ്പോട്ട് വെക്കാൻ കഴിയണം. അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായി പോരാടുന്ന ഇവർ നമ്മുടെ കേരളത്തിന് വേണ്ടി, വയനാടിന് വേണ്ടി കൈകോർത്ത് പിടിക്കുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. പ്രധാനമന്ത്രി കേരളത്തിന് എത്തുന്നതിന് രാഹുൽ ഗാന്ധി നന്ദി പറഞ്ഞിട്ടുമുണ്ട്. രാഹുൽ ഗാന്ധി നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രിക്ക് ട്വീറ്റ് ചെയ്യുകയും അദ്ദേഹം നേരിട്ട് കാണുമ്പോൾ വയനാട് ഒരു നല്ല പാക്കേജ് പോലെ ഏതെങ്കിലും ഒരു പോസിറ്റീവായ രീതിയിൽ, ഒന്നെങ്കിൽ നാഷണൽ ഡിസാസ്റ്റർ ആയിട്ടോ, ഏറ്റവും സിവിയറായ ഡിസാസ്റ്റർ, റയറസ്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ആയിട്ടോ ഏതെങ്കിലും പ്രഖ്യാപിക്കുകയോ എന്തെങ്കിലും ഒരു പാക്കേജ് നൽകുകയും ചെയ്യുമെന്നാണ് നമ്മൾ എല്ലാം പ്രതീക്ഷിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഒത്തുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരുമിച്ച് കൈകോർക്കേണ്ടത്. നിങ്ങളിൽ ചിലർക്ക് രാഹുൽ ഗാന്ധി ആയിരിക്കാം ഇഷ്ടം, ചിലർക്ക് നരേന്ദ്രമോദി ആയിരിക്കാം ഇഷ്ടം, ഇനിയും ചിലർക്ക് നമ്മുടെ സഖാവ് പിണറായി വിജയൻ സഖാവിനെ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ ആയിരിക്കും. ഇവരെല്ലാം നിൽക്കുന്നത് നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി അവരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യാസമാണ്. നരേന്ദ്രമോദി വിശ്വസിക്കുന്നത് ഈ പാതയിൽ പോകണമെന്നുള്ളതാണ്, രാഹുൽ ഗാന്ധി വിശ്വസിക്കുന്നത് മറ്റൊരു പാതയിൽ പോകണമെന്നുള്ളതാണ്, അരവിന്ദ് കെജ്രിവാൾ മറ്റൊരു പാതയിൽ പോകണമെന്നോ ശ്രീ പിണറായി വിജയൻ മറ്റൊരു പാതയിൽ പോകണമെന്നോ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. പാത ഏതായാലും നാടിന് വേണ്ടി അവരുടെ ജീവിതം സമർപ്പിച്ചവരാണ് ഈ നേതാക്കളെല്ലാം. അവരുടെ ചില കാഴ്ചപ്പാടുകളോട് നമുക്ക് എതിർപ്പ് കാണാം, വിയോജിപ്പ് കാണാം, അവരോട് ദേഷ്യം ഉണ്ടായേക്കാം. പക്ഷേ ജനാധിപത്യത്തെ സമ്പുഷ്ടമാക്കുന്നവരാണ്. അങ്ങനെയുള്ളവർ കൈകോർത്ത് പിടിക്കട്ടെ, നമ്മുടെ വയനാടിന് വേണ്ടി ഒരുമിച്ച് വരട്ടെ. വയനാട് ദേശീയ ദുരന്തമായിട്ടോ വളരെ സിവിയറായ ഒരു ദുരന്തമായിട്ടോ പ്രഖ്യാപിച്ച് നമ്മുടെ വയനാട്ടിലെ എല്ലാം നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് നല്ലൊരു പാക്കേജ് പ്രഖ്യാപിക്കാനാകട്ടെ. അങ്ങനെ ഒത്തുചേരലിന്റെ, ഒരുമയുടെ, ഐക്യപ്പെടലിന്റെ നല്ലൊരു രാഷ്ട്രീയ സംസ്കാരം നമുക്കുണ്ടാകട്ടെ. രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും ഒരുമിച്ച് കേരളത്തെ സഹായിക്കട്ടെ. നമ്മുടെ വയനാട് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. എന്താ പറയുക, ഉരുൾപൊട്ടലിൽ താന്നുപോയ, മണ്ണിനടിയിലേക്ക് പോയ വയനാടിനെ ഉയർത്തിയെടുക്കാൻ രണ്ടുപേർക്കും, നമ്മുടെ പൊതുസമൂഹത്തിനും കഴിയട്ടെ. ജയ് ഹിന്ദ്, വന്ദേ മാതരം, ഭാരത് മാതാ കി ജയ്.